KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നു. അപ്പോൾ പ്രൈവറ്റ് ബസ്സിലെ യാത്രക്കാരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. KSRTCയും പ്രൈവറ്റ് ബസ്സും തുടർച്ചയായിട്ട് ഓടുന്ന സ്ഥലങ്ങളിലെ ആൾക്കാർ സ്വാഭാവികമായിട്ടും KSRTC പോവും. ഭർത്താവ് പ്രൈവറ്റ് ബസ്സിലും ഭാര്യ KSRTC ബസ്സിലും പോകത്തില്ലല്ലോ. കൊച്ചുങ്ങളെയും വേറെ വണ്ടി വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും KSRTC ബസ് വരുമ്പോൾ പ്രൈവറ്റ് ബസ്സെല്ലാം കാലിയായിട്ട് പോകുന്നു. KSRTC ബസ് വരുമ്പോൾ ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടി അതിലേക്ക് കയറുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭർത്താവ് ടിക്കറ്റ് എടുക്കും, കുഞ്ഞുങ്ങൾക്കും ടിക്കറ്റ് എടുക്കും. എന്നാൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് വേണ്ട. അങ്ങനെയാണ് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരു ആശങ്ക ഉണ്ടാവുന്നത്. ഞങ്ങളുടെ ബസ്സിൽ ആരും കയറാനുണ്ടാവൂലേ എന്നുള്ളതാണ്. ഞങ്ങളുടെ വയറ്റ് തെളിക്കൂ ചേട്ടാ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്നെന്തായാലും മുഖ്യമന്ത്രിയെ സ്വകാര്യ ബസ് ഉടമകൾ കാണുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവും, എന്തെങ്കിലും ഒരു പാക്കേജ് ഉണ്ടാവും. പാക്കേജ് എന്ന് പറയുന്നത് കർണാടകയെ സംഭവിച്ചതുപോലെ ഉടനടി എടുത്ത് ബസ് ചാർജ് വർധനയല്ല. ബസ് ചാർജ് വർധന കൊണ്ട് പുരുഷന്മാരുടെ കയ്യിലാണ് നെഞ്ചത്താണ് അടിക്കുക. പുരുഷന് സ്ത്രീയുടെയും കാര്യത്തിൽ സ്ത്രീക്ക് സൗജന്യമാക്കുന്നു, പുരുഷന്മാർക്ക് ഇരട്ടിയാകുന്നു എന്ന് വന്നാൽ അത് സ്വാഭാവികമായി വലിയ പ്രതിഷേധത്തിനിടയാക്കും. അതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. നമ്മൾ അപ്പുറത്തെ മന്ദിരത്തിൽ ഇപ്പുറത്തോട്ട് വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ഒരു പാക്കേജ് സർക്കാരിനുണ്ടാവും. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയില്ല നിലവിൽ. അതാണെങ്കിൽ കുറച്ചുകൂടി വലിയ എമൗണ്ട് ആവും. ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ കുറച്ചുകൂടി സർക്കാരിന് എളുപ്പമാണിത് നടപ്പിലാക്കാൻ. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെ സ്ത്രീകൾ യാത്ര ചെയ്തിട്ടെന്ന് അവർ മൂകാംബികയിലോ ഗുരുവായൂരോ ഈ പറയുന്ന പോലെ മൂന്നാറിലോ കോവളത്തോ കൊച്ചിയിലോ ലുലുമാളിലോ ഒക്കെ പോയിട്ട് വരട്ടെന്ന് അവർ KSRTC ബസ്സിലങ്ങോട്ട് കയറിയിരിക്കുക. രാവിലെ പോകുന്നു, ഉച്ചയ്ക്ക് അവിടെ ഇറങ്ങുന്നു, തിരിച്ചു വരുന്നു. ഭക്ഷണം കഴിക്കാനുള്ള പൈസ മാത്രം. ഇന്ദിരാ ക്യാൻറ്റീനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാ ക്യാൻറ്റീനിൽ പോയാൽ ഒരു ദിവസം 50 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ 50 രൂപയുമായിട്ട് കൊച്ചിയിലോട്ട് ഇറങ്ങിയ ലാവിഷായിട്ട് ലുലുമാളും ഒക്കെ കണ്ട് ചെറായ ബീച്ചിലും ഒക്കെ ഒന്ന് പോയി, മറൈൻ ഡ്രൈവിലും ഒക്കെ ഒന്ന് കറങ്ങി, അതിനുശേഷം KSRTC ബസ്സിൽ കയറി 5 പൈസ കൊടുക്കാതെ വീട്ടിലിറങ്ങി വരാം. വീട്ടിൽ ഭർത്താവ് ചോദിക്കും, എവിടെ പോയിരുന്നു? ഞാനൊന്ന് കൊച്ചിയിൽ പോയിരുന്നു എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇനി വരാൻ പോകുന്നത്. കരുത്തുള്ള സ്ത്രീകളായി മാറട്ടെ. ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമും ഈ പറയുന്ന KSRTCയിലെ സൗജന്യ യാത്രയുമെല്ലാം സ്ത്രീകളെ കുറിച്ചുകൂടി കരുത്തരാക്കി മാറ്റട്ടെ.